നമസ്കാരം. മനുഷ്യനെ മതത്തിന്റെ വേലി കെട്ടിത്തിരിക്കാതെ ഒന്നായി കാണണമെന്ന് ചെങ്ങന്നൂർ ശ്രീനാരായണ വിശ്വധർമ്മ മഠം മഠാധിപതി ശ്രീമദ് ശിവബോധാനന്ദ സ്വാമികൾ. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി 20 പെരുന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിന്നെ പോലെ തന്നെ അതൊരു വലിയ വേദാന്തമാണ്. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അത് മാത്രമല്ല, അതൊരു വലിയ വേദാന്തമാണ്. ബൈബിളിൻ്റെ മലയാളം വേദപുസ്തകം എന്നാണ്, വേദം എന്ന് തന്നെയാണ്. അതിന് വേദാന്തമാണ് പറഞ്ഞത്. ആർക്കാണ് അന്യനെ സ്നേഹിക്കാൻ കഴിയുന്നത്? അന്യനെ സ്നേഹിക്കാൻ കഴിയുന്നത് അവനവനെ അറിയാൻ പറ്റുന്നവർക്ക് മാത്രം. ഹൂ ആം ഐ, നാം ആരാണ് എന്ന് നാം അന്വേഷിക്കുന്നു. നാം കണ്ടെത്തിയാൽ നമുക്ക് മറ്റുള്ളവരെയും നമ്മിൽ നിന്ന് അന്യമായി കാണാൻ കഴിയില്ല. അത്തരം മഹാഗുരുക്കന്മാരുടെ ആലയങ്ങൾ, അത് ക്രിസ്തു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും സനാതന ധർമ്മത്തിലായാലും കേരളത്തിലും ഭാരതത്തിലും ധാരാളം ഗുരുക്കന്മാരുണ്ട്. ഓച്ചറ അമ്പലത്തിൻ്റെ സമീപത്തൊരു വലിയ മോസ്ക് നിൽപ്പുണ്ട്. ആ മോസ്കിൻ്റെ മുറ്റത്ത് എപ്പോഴും പ്രായമുള്ള ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടാവും. അദ്ദേഹം മഹാസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഒന്ന് നോക്കും, ഒക്കെ നടക്കും. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറഞ്ഞു വിടും. ദൈവത്തിന് നമ്മൾ പല പേരിട്ടു. ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് പിടിച്ചിട്ട് മലയാളി പച്ചവെള്ളം എന്ന് പറയും. തമിഴൻ തണ്ണി എന്ന് വിളിക്കും. തെലുങ്കൻ നീലു എന്ന് വിളിക്കും. ഹിന്ദിക്കാരൻ പാനി എന്ന് വിളിക്കും. ഇംഗ്ലീഷുകാരൻ വാട്ടർ എന്ന് വിളിക്കും. ദൈവം ഒന്നേ ഉള്ളൂ, വൺ ഗോഡ്. ദൈവം ഗുരുക്കന്മാരെ ലോകത്തിലേക്ക് അയക്കും. ദൈവത്തെ കാണാൻ വേണ്ടി നീ ഇരുട്ടറയിൽ ഇരുന്ന് ഏകനായി എന്നെ ധ്യാനിക്കൂ. അപ്പോൾ നിനക്ക് ദൈവത്തെ കാണാം. ഉള്ളിലാണ് കാണുന്നത്, പുറത്തല്ല. അതാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഒതിരയണം. ലോകം ഒന്നേ ഉള്ളൂ. മനുഷ്യരാണ് വിഭജിച്ച് വേലി കെട്ടിയത്. മനുഷ്യൻ ഒന്നേ ഉള്ളൂ. എനിക്ക് ഈ വിവിധ മതസ്ഥരെന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പല മതസാരവും ഏകം എന്ന് പാരാതുലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടയാണ്. എൻ്റേതെന്നും എനിക്കെന്നും എല്ലാവർക്കും സങ്കല്പമുണ്ട്, വേണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേലികൾ കെട്ടേണ്ടി വരും. പക്ഷേ കൊടുക്കാനുള്ള മനസ്സ് വലുതാണ്. മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ AG ജോർജ് അധ്യക്ഷത വഹിച്ചു. കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രോപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാരപ്പെട്ടി ആർട്ട് ഓഫ് ലിവിംഗ് ജ്ഞാനക്ഷേത്രം പ്രതിനിധി സ്വാതി ചിന്മയി, മിന മസ്ജിദ് ഇമാം ഷംസുദ്ദീൻ നദ്വി എന്നിവർ സന്ദേശം നൽകി. ഡീൻ കുര്യാക്കോസ് MP, MLA മാരായ ആരണി ജോൺ, എൽദോസ് കുന്നപ്പള്ളി, മാത്യു കോഴിനാടൻ, മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദാനി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ്, CB, മതമൈത്രി സംരക്ഷണ സമിതി കൺവീനർ KA നൌഷാദ്, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരായ PT ബെന്നി, PK മൊയ്തു, കൊല്ലം പണിക്കർ, സരിദാസ് നാരായണൻ നായർ, മൈദീൻ ഇഞ്ചക്കുടി, KP ബാബു, സിന്ധു ഗണേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, മുനിസിപ്പൽ കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ചെറിയപള്ളി സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകുടി, ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇറ്റിയാണിക്കൽ, ട്രസ്റ്റിമാരായ ഏലിയാസ് കീരംപ്ലായി, സലിം ചെറിയാൻ മാലിൽ, ബേബി പാറേക്കര, ബിനോയ് തോമസ് മണ്ണഞ്ചേരി, എബി ചേലാട്ട്, ഡോക്ടർ റോയി മാലിൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ, നാനാജാതി മതസ്ഥരായ വിശ്വാസി സമൂഹം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ സ്വാഗതവും ട്രസ്റ്റി ബേബി ആഞ്ഞിലിവേലിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. യോഗത്തിന് ശേഷം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ മുഴുവൻ പേർക്കും
വിഭവസമൃദ്ധമായ സദ്യയും പള്ളിയിൽ നിന്ന് ഏർപ്പാടാക്കിയിരുന്നു. M4 മലയാളം, കോതമംഗലം.